അടിപൊളി അടിപൊളി കുർത്തീസ് മേടിച്ചല്ലോ. ഹായ് എവ്രിവൺ. അപ്പൊ ഞാൻ മീഷോന്ന് കുറച്ച് കുർത്തീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെറും കുർത്തിയല്ല ഗൈസ്, ഹോട്ട് ആയിട്ടിരിക്കണ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇട്ട് കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് ഫെമിനിൻ എല്ലാം കൂടെ പൊട്ടി ബ്ലാസ്റ്റ് ആവണ പോലത്തെ പൊളിപ്പനായിട്ടുള്ള ഷോർട്ട് കുർത്തീസ്. എസ്പെഷ്യലി ഇങ്ങനെ വൈഡ് ലെഗ്ഡ് ആയിട്ടുള്ള ഡെനിം പാൻസ് ഉണ്ടാവില്ലേ, ഹൈ വേസ്റ്റഡ്, അതിന്റെ കൂടെ ഇടാൻ പറ്റിയ ഫുൾ സ്ലീവ് ആയിട്ടുള്ള പൊളിപ്പനായിട്ടുള്ള ഐറ്റംസ് ആണ് മേടിച്ചത്. കാരണം ഞാൻ ഔട്ട് ഓഫ് ഷോർട്ട് കുർത്തി ആയിട്ട് ഇരിക്കുന്നത്. എന്റെ അടുത്ത് ആകെ ഇതും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ബാക്കി എല്ലാം ഞാൻ കൂടും. ബൈ ദ വേ ഇത് അഫോർഡബിൾ ആണ്, മീഷോ എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നേരെ വെക്കണം, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് മീ ഓപ്പൺ. എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് അപ്പാപ്പ വേണ്ടതാണ്. വേഗം തുഴക്കോ, ഇതൊക്കെ തുഴന്ന് ആദ്യമേ വെക്കേണ്ട. എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നെ. ഒരെണ്ണം ഗൈസ് ഇവിടം വരെ എത്തിയില്ല, അതും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഏത് കളർ എത്താണ്ടിരുന്നെന്ന്. നമ്മളെ ഒരു ഐറ്റം അതായിരുന്നു ഗൈസ്, അത് എന്നിൽ വരെ എത്തിയില്ല. കണ്ട ഞാൻ ഫമ്പലായി, എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. ആദ്യം ഒരു ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ഉണ്ട്, അവിടെ നിന്ന് തുടങ്ങാം. എവിടെ പോയി നിങ്ങൾ ഒച്ചെടുത്താ, ബിക്കോസ് ഇവിടെ ഇട്ട് ചിലപ്പോ വരില്ല, അപ്പൊ നിങ്ങൾ ഒച്ചെടുക്കണതാണ്. ബൈ ദ വൈ ഞാൻ ഇതെല്ലാം മീഷോന്നാണ് മേടിച്ചെങ്കിൽ പോലും ഇതിന്റെ മിന്ത്ര ലിങ്ക് ഉണ്ട്. മിന്ത്രയിലും സെയിം ആയിട്ടുള്ള കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അതിനെ എന്തായാലും ടാഗ് ചെയ്തേക്കണം. ക്വാളിറ്റി, യെസ്, നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി, ഇച്ചിരി വില കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റി ആയിരിക്കണം എന്നുള്ളതാണെങ്കിൽ ഗോ ഗെറ്റ് ഫ്രം മിന്ത്ര. പ്രിന്റ് ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കോട്ടെ. എന്ത് രസമാണല്ലേ, ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസം. എന്റെ സ്ലീവ്സ് ഫുൾ ലെങ്ത് ഞാൻ മനഃപൂർവ്വം ഗൈസ് മേടിച്ചത്. കാരണം എപ്പോ പുറത്ത് പോകുമ്പോഴേ എന്റെ അടുത്ത് ഇടാൻ ഉടുപ്പുണ്ടാവും, പക്ഷെ ഈ സണ്ണിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് പാട് പെടും ഞാൻ അതുകൊണ്ട്. അപ്പൊ ഫുൾ സ്ലീവ് ഓൾറെഡി ആണെങ്കിൽ ഞാൻ അവിടെ തന്നെ സോർട്ടഡാ, പിന്നെ മുഖം മാത്രം ഫുൾ പാക്ക് ചെയ്ത് ഓടിയാൽ മതിയല്ലോ. ബ്യൂട്ടിഫുൾ പാർട്ട്, സ്ക്വയർ നെക്കാ ഗൈസ്. എനിക്ക് നല്ലോണം സൂട്ട് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ നെക്ക് പലർക്കും പല നെക്കല്ലേ സൂട്ട് ആവണേ. സോ ഞാൻ ഇപ്പൊ റീസെന്റ് കണ്ടുപിടിച്ചതാണ് ഫ്രം മൈ ഓൾഡ് പട്ടുപാവാട. അതിനകത്ത് സ്ക്വയർ നെക്കാണ് ഞാൻ ഒപ്പിച്ചിരുന്നത്. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി യെസ്, ഞാൻ വീണ്ടും ആ സ്ക്വയർ നെക്ക് എറാലോട്ട് പോകണം. ആകെ ഒരു പട്ടുപാട മാത്രമേ ഉള്ളൂ ആ ഒരു നെക്കില്, എറാ. ഓക്കെ, അപ്പൊ ഫിറ്റിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവണല്ലോ, ഇനി സ്ലിം ആയതുകൊണ്ടാണോ എനിക്ക് അറിയണില്ല. കാരണം മീഡിയം സൈസാണ് ഞാൻ എല്ലാം മേടിച്ചത്. കാരണം ഇതെനിക്ക് ലൂസാണ് കേട്ടോ. ഫ്രം വേസ്റ്റ് ഏരിയ ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്, കൈയൊക്കെ കറക്റ്റ് തന്നെ, പക്ഷെ വേസ്റ്റ് ഏരിയ സ്ലിം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോ കുറച്ചൊന്നും ഞാൻ ഇങ്ങനെ ഇച്ചിരി പതുക്കെ ഷേപ്പ് ചിലപ്പോൾ കൊടുക്കുള്ളൂ. കാരണം കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കഴുകലിനെ ഉണ്ടാവുള്ളൂ, അത് ചുരുങ്ങും. അപ്പൊ നമുക്ക് കഴുകി 1-2 പ്രാവശ്യം കഴുകിയിട്ട് ഇതിനകത്ത് ഈ രൂപം വരെ നമ്മൾ എത്തിക്കും. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യണം, ഓൾഡർ ചെയ്യണം വേണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഞാൻ മേടിച്ച സൈസ് പറഞ്ഞല്ലോ, മീഡിയം തന്നെയല്ലേ, അത് ഞാൻ റോൾ അടിക്കണം. യെസ്, മീഡിയം തന്നെയുണ്ട്. ഓക്കെ, മീഡിയം. ആൻഡ് കുറെ സൈസ് ഉണ്ട്, XXL വരെ ഉണ്ട് ആൻഡ് എക്സ്ട്രാ സ്മോൾ വരെ. അപ്പൊ ഇത് കോട്ടൺ ആണോ എനിക്ക് റയോൺ ആണെന്നാ തോന്നുന്നത്. എപ്പോ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമെന്ന് കാത്തിരിക്കുക ഗൈസ്. പൊട്ടിച്ചൂട് തന്നെ മുമ്പ് ഞാൻ ഇറങ്ങും എന്തായാലും. ഓക്കെ, ഇത് കോട്ടൺ ആണ്. അതിന്റെ റേറ്റ് ആണ് 276. നെക്സ്റ്റ് നമുക്കൊരു ഇടിവെട്ട് കളറിലോട്ട് പോവാട്ട. അതാണ് ഈ ഓറഞ്ച്. ഓ മൈ ഗുഡ്നെസ്, ഇത് പ്രത്യേകിച്ച് ഞാൻ ആലോചിച്ചെടുത്ത് വരുന്ന അമ്പലത്തിൽ പോകുമ്പോഴൊന്ന് കൂടുതലും ഈ സമ്മറി ആയിട്ടുള്ള, യെസ്, ചൂട് വന്നോണ്ടിരിക്കുകയല്ലേ, വന്നിട്ടോളം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ചൂടൊക്കെ ഉണ്ടാവും. തണുപ്പ് പോയത് അറിഞ്ഞില്ല അല്ലേ. ഓക്കെ, സോ സമ്മറി അപ്രോപ്രിയേറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ്. ഓ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് എന്റെ വിചാരം ഞാൻ ഫുൾ സ്ലീവ് കണ്ടാൻ മേടിച്ചത് പറ്റിക്കപ്പെട്ടത്. നോ, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ പ്രശ്നം വരുന്നത് ഇത് ആക്ച്വലി 3/4 ലെങ്ത് ആണ്. അപ്പൊ ബാക്കിയുള്ള ഭാഗം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഗ്ലൗസ് ഇടും ഞാൻ. ഡീറ്റെയിൽസ് അങ്ങനെ ഞാൻ മീഡിയം സൈസ് ആണ് മേടിച്ചത്. ഇതിന്റെ ഫിറ്റിംഗ് കുഴപ്പമില്ല, ചെയ്യാൻ അങ്ങനെ സീനൊന്നും ഞാൻ പറഞ്ഞത്. കഴുകുമ്പോൾ കുറച്ച് ചിരുങ്ങും, അങ്ങനത്തെ ഒരു രീതി. ഇതിനകത്ത് വേറൊരു കളർ ഉണ്ട്, ബൈ ദ വേ. ഏത് കളറാ? ബ്ലാക്ക്. ഓക്കെ, ആൻഡ് ഇത് റയോൺ. ഇതെനിക്ക് തൊട്ടപ്പോഴേ തോന്നി റയോൺ ആണെന്ന്. അത് കഴിഞ്ഞോണം തോന്നിയിരുന്നു, പക്ഷെ അത് കോട്ടൺ. ഇതിന്റെ റേറ്റ് ആണ് 240. 2 കളർ പോയ സ്ഥിതിക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ബ്ലാക്കിലോട്ട് പോകും. ആൻഡ് ഇത് ബേസിക് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞാൽ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബിക്കോസ് ഇതിന്റെ ഫിറ്റിംഗ്, ഇതിന്റെ നെക്ക് ലൈൻ, ഐ ലവ് ഇറ്റ്. ജസ്റ്റ് ഇതിന്റെ കുറച്ച് നിഴലടിക്കണം തോന്നുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സീനില്ല. വെള്ളം ഇടുന്ന പോലെ അല്ല എന്തായാലും ബ്ലാക്ക്. അങ്ങനത്തെ ഒരു കുഴപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടപ്പോൾ തോന്നിയോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇടുന്ന ഒരു എന്താ പറയുക, ഇന്നർ വിയറിലൊക്കെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യൂട്ടാ. കാരണം അതാണ് ഫുൾ ഷേപ്പ് നശിപ്പിക്കണം. ആൻഡ് ഇന്നത്തേനകത്ത് ഞാൻ കുറച്ച്
ഒരു ഇത് എനിക്ക് തോന്നി കുറച്ച് ഞാൻ ഇട്ട ഇന്നർ ശരിയല്ല. കറക്റ്റ് നല്ല സ്ലീവ്സും ആൻഡ് ഇതിന്റെ നെക്ക് ലൈൻ. ഇതിന്റെ നെക്ക് ലൈൻ നിങ്ങൾക്കറിയാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സ്ക്വയർ ആണ്, പക്ഷെ ഇത് ഇങ്ങനെ വന്നിട്ടില്ലേ, കുറച്ച് ഇങ്ങനെയാണ് പോണേ, ഇങ്ങനെയല്ല, മനസ്സിലായ, കുറച്ച് ഇങ്ങനെ. ഹോട്ട്. യെസ് ഗൈസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ലുക്ക്. ഞാൻ ഇത് ഇടുമ്പോ തന്നെ ശരി വേറെ ഒന്നും വേണ്ട അങ്ങനെ തോന്നും. ആൻഡ് ഇതിന്റെ കൂടെ ശരിക്കും ആ ഒരു എന്താ പറയാ ബ്ലൂ കളറിന്റെ ആ ഒരു ജീൻസിന്റെ ആ ഒരു എന്നുവെച്ചാൽ രണ്ടിന്റെ കോംബോ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. നല്ല ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇട്ട് ഇന്നൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത അടിപൊളിയാവും. ബേസിക് ആണ്. ഞാൻ മനഃപൂർവ്വം ഇത് മേടിച്ചത്, കാരണം ഒന്നും എനിക്ക് തോന്നണില്ല എന്തിടും അപ്പ ഇതിട്ട് ഞാൻ ഓടും. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് അഗെയിൻ മീഡിയം ആണ്. ആൻഡ് ഓ മൈ ഗോഡ്, ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന്റെ 4+ റേറ്റിംഗ് കണ്ടായിരുന്നു. അത് താന്ന് 3.7 ആയി. മേടിച്ചാൽ വിവരം അറിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിയുമ്പോഴൊക്കെ അറിയാം മേ ബി എന്റെ കളറാളാകാം, നരയ്ക്കാം. ഇത് കൈകൊണ്ട് തന്നെ ഞാൻ കഴുകും, കാരണം വാഷിംഗ് മെഷീനിലിട്ട് എന്റെ എല്ലാം ബാക്കിയുള്ള ഡ്രസ്സുകളും ബ്ലാക്ക് ആവണതാണ്. ഇതിന്റെ മെറ്റീരിയലാണ് റയോൺ. അതിന്റെ റേറ്റ് ആണ് 270 ഉണ്ട്. ഇത് വില 150 രൂപയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇഷ്ടമാണ്. ഈവിലായി പ്രിന്റ് പോലെ തോന്നുമല്ലേ, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനത്തെ ഒരു പ്രിന്റ് ആണ്. എനിക്ക് ഇതിന്റെ നെക്ക് ലൈനിലാണ് ഗൈസ് കുറച്ച് എന്താ പറയാ ഇൻട്രസ്റ്റ് വന്നത്. കാരണം ഞാൻ കുറെ നാൾ മുമ്പ് ഈ ഒരു വി നെക്കിനോട് ഭയങ്കര പ്രാന്ത് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഹൈറ്റ് കൂടുതലാണെന്ന് തോന്നിപ്പിക്കാൻ മാത്രം യെസ് അങ്ങനെ ലുക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ രീതിയിൽ ഞാൻ പിന്നെ കുറെ നാളത്തേക്ക് ഇട്ടില്ല. മമ്മി പറഞ്ഞ എനിക്കൊരു മെനയില്ല, അതാണ് ഞാൻ മമ്മിയെ വിശ്വസിക്കുകയും ചെയ്തു. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ഗൈസ്, നമുക്ക് തോന്നിയ പോലെ നമ്മൾ എല്ലാം കൂടെ ഇടും. കാരണം യെസ് നെക്ക് ലൈനിന്റെ ഇതും പറഞ്ഞുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്തോ എനിക്ക് തോന്നി ഇതിനകത്ത് എന്താന്ന് അറിഞ്ഞൂടാട്ടോ. മനസ്സിലായ ആ നെക്കും എക്സ്ട്രാ ഒരു ബ്ലാക്ക് പട്ട വെച്ചോണ്ടാന്ന് ഞങ്ങളായിട്ടായി പോയത്. എന്തൊരു ബേർ മിനിമത്തിൽ പെടുന്നതാണ് അതല്ലേ. സോ ഇതും അഗെയിൻ നല്ല സ്ലീവ്സ് ഒക്കെ ആയിട്ടുള്ളതാ. ഇത് അറ്റത്ത് പോയിട്ട് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് അല്ല കേട്ടോ, ഇങ്ങനെ ആയിട്ടുള്ളതാ. ഞാൻ മിക്ക കുർത്തിയും പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്, അറ്റത്ത് വന്നിട്ട് ഇച്ചിരി ടൈറ്റ്. പക്ഷെ മേടിച്ചു വന്നപ്പോ എന്തൊക്കെ ശ്രദ്ധിക്കല് വിട്ടുപോയിട്ടാ. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ഇങ്ങനെ ഓഫീസ് കോളേജ് അങ്ങനെയൊക്കെ പോകുമ്പോൾ റോൾ അടിക്കാൻ പറ്റും. നല്ല കൂൾ ആയിട്ടുള്ള ലുക്ക് ആയിട്ടുള്ളതാണ് കേട്ടാ. ഞാനത് മേടിച്ചു. ഓക്കെ, ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. നോക്കാം വേറെ സെല്ലർ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക്, അല്ലെങ്കിൽ ഇത് മിന്ത്രയിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ കൊടുത്തേക്കാം. അപ്പൊ മേടിച്ചോട്ടാ. ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു ബൈ ദ വേ? ഓക്കെ, 240 rupees ആണ് ട്ടാ. എനിക്ക് അറിഞ്ഞു ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കും ആയിട്ടുണ്ട്. എന്റെ ഒരു ഭാഗ്യം. ഓ ചൂട്. സോ ഞാൻ ഓറഞ്ചിന്റെ കൂടെ തന്നെ ഒരു യെല്ലോ കൂടെ മേടിച്ചിട്ടാ. ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊടുക്കാൻ, പക്ഷെ രണ്ടും ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിക്ക് അങ്ങനെ റെയർലി എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാണ്ടിരിക്കുള്ളൂ ഗൈസ്. യെസ്, സോ ഇതിന്റെ ആകെയുള്ള പ്രശ്നം ഇത് തോറയായിപ്പോ. ഇത് സൈസൊക്കെ ഞാൻ ഓക്കെ എത്രയാണ് മീഡിയം തന്നെയല്ലേ മേടിച്ചത്, എന്നിട്ട് വന്നത് മീഡിയം. ഇതാണ് ഇവരുടെ മീഡിയം. എങ്ങനത്തെ മീഡിയം? ഓക്കെ ഗൈസ്, ഇത് ലാർജ് അല്ലെങ്കിൽ എക്സലിന്റെ അത്ര ഇടം പിടിക്കണം, ലാർജ് അത്രയൊക്കെ ലൂസ് ഉണ്ട് കേട്ടോ. ഇത് എന്തോ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ പോണുണ്ട് സാധനം, മനസ്സിലായ? സോ അതിനെ ഒന്ന് പിടിച്ചു വെക്കാനായിട്ട് പുറകില് വള്ളി ഉണ്ട്. എന്തായാലും മിക്കവാറും ഞാൻ ഇത് കൊടുത്തിട്ട് സ്മോൾ സൈസ് മേടിക്കും. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. എനിക്ക് ആൾട്ടർ പിൽട്ടറിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര മടിയാ ഗൈസ്. അതിലും വേറെ ഇതോട് എക്സ്ചേഞ്ച് അടിച്ചാൽ പിന്നെ സീൻ ഇല്ലല്ലോ. കറക്റ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് കൈ കിട്ടി. പിന്നെ കൈയും എനിക്ക് ഇച്ചിരി ലൂസാ. കൈ എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നെങ്കിൽ ഞാൻ ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യൂല കേട്ടോ. കാരണം കഴുകി ചുരുങ്ങും. കൈ കയറാണ്ടായിപ്പോ എന്റെ ഈ ഭാഗം. യെസ്, ജനറേഷണൽ വെൽത്ത് ഗൈസ്. ഭയങ്കര ബൈസപ്പ് ഫാമിലിയാ. ഡീറ്റെയിലിംഗ് കണ്ട നേവി ബ്ലൂ പ്രിന്റ് ആൻഡ് നേവി ബ്ലൂ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുമാ. ആൻഡ് മെറ്റീരിയൽ റയോൺ ആണ്. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 280. സോ യെസ്, ഈ ഒരു ഗ്രീൻ കളർ ഉണ്ട്. ഫോട്ടോയിൽ കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ. ആൻഡ് ഒബ്വിയസ്ലി ലൈറ്റിംഗ് ഒക്കെ അങ്ങനെ ഇങ്ങനെ വെച്ച് നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. ബട്ട് സാരല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗോബർ ചാണക പച്ച. ഓക്കെ, ആൻഡ് ഇതിന്റെ കണ്ടാ കയ്യിലൊക്കെ ഇങ്ങനെ പോം കൊടുത്തിട്ടുണ്ട്. ആൻഡ് പുറകേല് ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ അവിടെയും പോം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതില്ലേ ഈ സംഭവം, ഈ ഓട്ട, ഇതിനകത്ത് എന്തു നല്ല വലിയ ഓട്ടയാണെന്നോ. എന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു പീക്കരി സാധനം, അതും പോട്ടെ. ഇതിനകത്ത് നിങ്ങൾ വേറൊരു സംഭവം, ഓക്കെ, ഇത് വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച വള്ളി. ഇതിനകത്ത് വള്ളി കെട്ടാനുള്ള ലൂപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, കണ്ട ലൂപ്പ് കൊടുത്തേക്കണ. വേർ ഈസ് വള്ളി? ഞാൻ ഫുൾ പാക്കറ്റ് ചിപ്പി പിജി
ചിത്തിപ്പിന്തിരി പിച്ചി ചിന്തി ബട്ട് കിട്ടിയില്ല ഗൈസ്. ഇനി ഞാൻ എന്ത് വള്ളി ഇത് ഷൂ ലേസ് ഞാൻ കേട്ടോ. നമ്മളിതിനെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ അല്ല, എക്സ്ചേഞ്ച് ചെയ്യാം. സൈസൊക്കെ എനിക്ക് അത്ര സീനില്ല, കുറച്ച് ലൂസ് ആണെങ്കിൽ ഞാൻ പറയില്ല, എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. കാരണം എനിക്ക് ശ്വാസം മുട്ടാൻ പറ്റില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കംഫർട്ടബിൾ ഫീൽ ആവണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈസ് മീഡിയം ആണ്. ഇത് റയോൺ മെറ്റീരിയലിന്റെ ആണ്. മിന്റ് ഗ്രീൻ എന്നാട്ടാ പറയണത്. മിന്റാ പുതിന കുറച്ച് വാടി കഴിയുമ്പോൾ ഉള്ള ഗ്രീൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ റേറ്റ് ആണ് 297. ബ്രോ, I kid you not, because next and the last one എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ട്ടാ. ഇത് മേടിക്കുമ്പോഴും എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പിങ്ക് വൺ. നിങ്ങൾ കണ്ടുവല്ലോ അതിന്റെ ഇടയ്ക്ക്. ഓക്കെ, ഈ പിങ്ക് വൺ ആൻഡ് എന്ത് രസമായിരുന്നു ഇട്ടപ്പോ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതിനകത്ത് പോംപോം അല്ല, ഇതിനകത്ത് ഇതുപോലത്തെ ഷെൽസ് ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും എൻഡോ ഐ ലവ് ഇറ്റ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. എന്ത് രസാ ഗോയ്സ്. നമുക്ക് രണ്ട് കൈമേ പിന്നെ ഫ്രണ്ടിലല്ലേ, യെസ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്, ബാക്കിലില്ല കേട്ടാ. കാരണം ഇരിക്കുമ്പോ പാടാവും, ചിലപ്പോ അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. ആൻഡ് ഫേവറേറ്റ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കണ്ട പുറകേല് വള്ളി കൊടുത്തേക്കണം. ആൻഡ് പുറകേല് അതുപോലെ തന്നെ ഫിറ്റിംഗ് ചെയ്യണ ഈ ഒരു സംഭവം കൂടെ ഉണ്ടിട്ടെന്ന് വെച്ചാൽ മനസ്സിലായോ. നമുക്കപ്പോ ഇവിടെ വല്ല വേസ്റ്റ് ലൈൻ ഏരിയയിൽ എന്തെങ്കിലും ഫിറ്റിംഗിന്റെ പ്രശ്നമാണെങ്കിൽ സോർട്ടഡ് ആണ്. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ സൈസിന്റെ ഇഷ്യൂ വരൂല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്ത് ചെയ്യും നമ്മളിപ്പോലെ കൈ ബൈസപ്പ് അടിച്ച് വേസ്റ്റ് ലൈൻ സ്മോളൊക്കെ ആയിട്ട്. ഞാൻ ആര് എനിങ് ഫിഗർ ഉള്ള ആളോ ഡ്രം അടിക്കണ കേട്ടാ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സോ ബ്യൂട്ടിഫുൾ, സോ പ്രിറ്റി, ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ മിഡ് സൈസ് മീഡിയം ആണ്. കോട്ടൺ ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് ആണ് 307. അപ്പൊ ശരി, എല്ലാം നമ്മുടെ പോലെ എല്ലാത്തിനും കോഡ് വരാൻ ഞാൻ മറന്നേക്കാം. നിങ്ങൾ കമന്റ്സിൽ തന്നെ ഓർമ്മിപ്പിച്ചോ. മിന്ത്രയുടെയും ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. ഇൻ കേസ് അവിടെ നിന്ന് മേടിക്കാം. നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് നമുക്കൊരു ബ്ലോഗ് ചാനൽ ഉണ്ട്, അവിടെ പോയി സബ്സ്ക്രൈബ് അടിച്ചോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പ്രൊപ്പൽ യു all. Bye bye.